ഈ ലൈറ്റ് അങ്ങോട്ട് അടിച്ചാൽ ആ പ്രദേശം മൊത്തം ഇതുപോലെ പട്ടാപകലാക്കുന്ന പഞ്ചായത്ത് വിഴുങ്ങി ടോർച്ചുകളുടെ ഒരു ചാകര തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഭയങ്കര ലൈറ്റ് ആണെന്ന് പറയുന്ന ബ്രൈറ്റ് ലൈറ്റ് പോലെയുള്ള സാധാരണ ലൈറ്റുമായിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഇടത് കയ്യിലിരിക്കുന്നത് ഒരു സാധാരണ ടോർച്ചാണ്. പഞ്ചായത്ത് വിഴുങ്ങി എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. കണ്ടില്ലേ എന്താ ഇതിൻ്റെ ഒരു പവർ, എന്താ ഒരു ലൈറ്റ്. ഇപ്പോൾ കണ്ടില്ലേ ഇതിലെ ചെറിയ ലൈറ്റ് പോലും പൊളിയാണ്. പിന്നെ വലുതിൻ്റെ കാര്യം പറയാനുണ്ടോ, ഏതൊരു സാധാരണക്കാർക്കും നിങ്ങളുടെ ബജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ചെറുതും മീൻ പിടിക്കാനും കാട്ടിൽ പോകുന്നവർക്കും സെക്യൂരിറ്റി ആവശ്യങ്ങൾക്കും എല്ലാം പറ്റിയ വാട്ടർ പ്രൂഫ് കിലോമീറ്ററുകൾ ദൂരം കിട്ടുന്ന ഹെവി ടോർച്ചുകളും ഇപ്പോൾ ലഭ്യമാണ്. ഇതിൽ തന്നെ പവർ ബാങ്കുള്ള മോഡലുകളും വണ്ടികളിൽ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റിയതുമൊക്കെ ആയിട്ടുള്ള വിവിധ മോഡലുകൾ ലഭ്യമാണ്. അവ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഹമീദ് ഓർബിറ്റ് ആണ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. ഇത് എല്ലാത്തരം ആളുകൾക്കും ഒരുപോലെ ഉപകാരമുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരു ലൈക്ക് തന്ന ശേഷം വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സ്മാൾ സൺ എന്ന കമ്പനിയുടെ വിവിധ മോഡൽ ടോർച്ചുകളാണ്. അതിൽ ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ മുമ്പ് അതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് നമുക്ക് മറ്റുള്ള മോഡലുകളൊന്നും ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരുപാട് മോഡലുകൾ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് സാധാരണക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ 150 രൂപ മുതൽ ലഭ്യമാണ്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ZYT 170 എന്ന ഹെവി മോഡൽ, ഇതിൻ്റെ ഓഫർ പ്രൈസ് തന്നെ ഇപ്പോൾ 3600 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പലരും ചോദിച്ചിരുന്നു അതുപോലെ വില കുറഞ്ഞ വേറെ ഐറ്റംസ് വല്ലതും ഉണ്ടോ എന്നുള്ളത്. അത് പ്രകാരമാണ് ഞാൻ ഇതിൽ ഒരുപാട് ടോർച്ചുകൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ZYE40 എന്ന മോഡലിൽ നമുക്ക് USB ചാർജിങ് ആണുള്ളത്. ഇതിൻ്റെ കൂടെ ചാർജർ എല്ലാം കിട്ടുന്നുണ്ട്. പോരാത്തതിന് ഇതിലൊരു USB സോക്കറ്റ് ഉണ്ട്. അതിൽ നമ്മൾ കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ഫോൺ ഇതിൽ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ അഴിച്ച് കാണിക്കുന്നത് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച ഹെവി മോഡൽ ടോർച്ചാണ്. അതിൽ വരുന്നത് 4 ലിഥിയം അയൺ ബാറ്ററികളാണ്. 3.7 വോൾട്ടിൻ്റെ 4 ബാറ്ററികൾ, അതായത് 9600 mAh ടോട്ടൽ പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബാക്കപ്പ് കിട്ടും. നല്ല പ്രകാശവുമാണ്. ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി തന്നെയാണ്. സ്മാൾ സൺ എന്ന ഈ കമ്പനിയുടെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള എല്ലാ ടോർച്ചുകളും നല്ല സ്ട്രോങ് മെറ്റൽ ബോഡിയാണ്. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ പേര് പോലെ തന്നെ നമ്മളിത് രാത്രി ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയ സൂര്യൻ ഉദിച്ച ഒരു എഫക്റ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതായത് അത്രയും ലൈറ്റാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതിൻ്റെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ ലൈറ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല. പിന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത് ഇതെല്ലാം വാട്ടർ പ്രൂഫുമാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്തും വേനൽക്കാലത്തും മീൻ പിടിക്കാൻ പോകുമ്പോഴും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു പ്രശ്നവുമില്ല. ഇപ്പം ഞാൻ നിങ്ങളെ അഴിച്ചു കാണിക്കുന്നത് ZYE40 എന്ന മോഡൽ നമ്പറിലുള്ള ടോർച്ചാണ്. ഇതിൽ 7800 mAh ലിഥിയം അയൺ ബാറ്ററിയുടെ പാക്ക് തന്നെയാണുള്ളത്. ഇതും നന്നായിട്ട് തന്നെ ചാർജ് നിൽക്കുന്ന ഐറ്റമാണ്. നല്ല വെളിച്ചവുമുണ്ട്. അതുപോലെ ഈ മോഡലിലാണ് നമ്മൾ പവർ ബാങ്ക് ഉണ്ടെന്ന് പറഞ്ഞത്. അതിലുള്ള USB സോക്കറ്റിലേക്ക് ഇതുപോലെ കേബിൾ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്താൽ ഇപ്പോൾ നിങ്ങളിവിടെ കാണാം നമ്മുടെ ഫോൺ വളരെ നന്നായിട്ട് തന്നെ ചാർജ് കയറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കാട്ടിലും മലയിലും ഒക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ഇതുപോലത്തെ ഒരു ടോർച്ച് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ പെട്ടെന്ന് ചാർജൊക്കെ തീർന്നാൽ നമുക്ക് സിമ്പിളായിട്ട് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ZYT 103 എന്ന മോഡൽ നമ്പറിലുള്ള ടോർച്ചാണ്. ഇതും സ്മാൾ സണ്ണിൻ്റെ തന്നെയാണ്. ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം സ്മാൾ സണ്ണിൻ്റെ തന്നെയാണ്. അത് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 4800 mAh 3.7 വോൾട്ട് ലിഥിയം അയൺ ബാറ്ററി തന്നെയാണ്. ഇത് 26650 സൈസ് നമ്പറിലുള്ള ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സിംഗിൾ ബാറ്ററിയാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ഈ ടോർച്ച് പ്രവർത്തിക്കുന്നത്. ഇത് നല്ല പ്രകാശം തന്നെയാണ്. കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ഏകദേശം ഒരു 1400-1500 രൂപ റേഞ്ചിലാണ് അതിൻ്റെ വില വരുന്നത്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ZYT 110 എന്ന മോഡൽ നമ്പറിലുള്ളതാണ്. അത് നേരത്തെ കാണിച്ചതിൻ്റെ നേരെ ചെറുത്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് 3.7 വോൾട്ട് 18650 സൈസ് നമ്പറിലുള്ള ചെറിയ ബാറ്ററിയാണ്. 2200 mAh ആണ് ബാറ്ററി ഉള്ളത്. ഇതും ലൈറ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല. നല്ല ലൈറ്റ് തന്നെയാണുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 1200-നും 1300-നും ഒക്കെ ഇടയിലാണ്. അത് ചില സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. ഇതിൽ ഏത് ടോർച്ചുകളാണെങ്കിലും ഇതിൻ്റെ ചാർജിങ് പോർട്ട് ഇതുപോലെ ഒരു റബ്ബർ വെച്ച് അടച്ചിട്ടുണ്ടാവും. അത് അതേപോലെ തന്നെ അടച്ചു വെക്കുകയാണെങ്കിൽ ആണ് വാട്ടർ പ്രൂഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഇനി ഞാൻ കാണിക്കുന്നത് ഏറ്റവും ചെറിയ സ്മാൾ സണ്ണിൻ്റെ ടോർച്ചാണ്. ഇതാണ് നമുക്ക് 150 രൂപക്കൊക്കെ കിട്ടുന്നത്. ഇത് സൂം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോർച്ചാണ്. ഇതും മെറ്റൽ ബോഡി തന്നെയാണ്. ഇതിൻ്റെ പുറകിലാണ് ഇതിൻ്റെ സ്വിച്ച് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ USB ചാർജിങ് ആണ്. നമ്മുടെ ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാം. ഇത് ബാക്കിലുള്ള സ്വിച്ച് ഇതുപോലെ ഓൺ ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഹെഡ് മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സൂം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പുറകിലുള്ള സ്വിച്ചിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലാഷ് മോഡ് ഉണ്ട്. അതുപോലെ തന്നെ എമർജൻസി ലൈറ്റ് ഉണ്ട്. എമർജൻസി ലൈറ്റൊക്കെ നല്ല ലൈറ്റാണ് കേട്ടോ. നമുക്ക് റൂമിലേക്ക് ആവശ്യത്തിന് വളരെ നന്നായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ ലൈറ്റ് ഉണ്ട്. ഇത് പിന്നെ പോക്കറ്റ് സൈസാണ്. ഏത് ചെറിയ പോക്കറ്റിലിട്ടിട്ട് ഏതിലെ വേണമെങ്കിലും കൊണ്ടു നടക്കാം. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിടിലനായിട്ടുള്ള 2 മോഡലുകൾ കൂടി പരിചയപ്പെടാം. എന്നിട്ട് ഇതിൻ്റെയൊക്കെ സൈസ് എത്രയുണ്ടെന്നും ഇതൊക്കെ പാക്കിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതെല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ZYT 93 എന്ന മോഡലിലും അതുപോലെ തന്നെ ZYT 176 എന്ന മോഡൽ നമ്പറിലുമുള്ള ഒരു മീഡിയം റേഞ്ചിലുള്ള നല്ല ഹെവി ആയിട്ടുള്ള ടോർച്ചുകളാണ്.
ഇതിൽ ZYT93 മുഖം വ്യാസം വരുന്നത് 2 ഇഞ്ചാണുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 9.5 ഇഞ്ച് ഉണ്ട്. അതായത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടോർച്ചാണ്. ഇതിൽ ബാറ്ററി വരുന്നത് 3.7 വോൾട്ടിൻ്റെ 2 ബാറ്ററികളാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ചാർജ് കൂടുതൽ നിൽക്കും. ഇതിൽ ഒരു ബാറ്ററി ആംപിയർ വരുന്നത് 4800 mAh ആണ്. അപ്പോൾ അതുപോലത്തെ 2 ബാറ്ററി ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്നതാണ്. അത്യാവശ്യം സമയമൊക്കെ കിട്ടേണ്ടവർക്ക് ഈ ടോർച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് വീട്ടിലും കാട്ടിലുമൊക്കെ ഉപയോഗിക്കാൻ അത്യാവശ്യം നല്ല പ്രകാശം വേണ്ട ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ടോർച്ച് തന്നെയാണ്. ഇനി നമുക്ക് ZYT176 പ്രത്യേകത എന്താണെന്ന് നോക്കാം. എനിക്ക് പേഴ്സണലായിട്ട് നല്ല ഇഷ്ടപ്പെട്ട ഒരു ടോർച്ചാണിത്. നല്ല പ്രകാശമുണ്ട്, അതുപോലെ തന്നെ പ്രൈസ് കുറവാണ്. അപ്പോൾ നമ്മൾ ആ ഹെവി ടോർച്ചിൻ്റെ വില വെച്ചിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഏകദേശം അടുത്ത് വരെയൊക്കെ ഇതിന് പ്രകാശം കിട്ടുന്നുണ്ട്. എന്നാൽ റേറ്റിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം കാണിച്ച ഹെവി ടോർച്ചിന് 4000-അടുത്തൊക്കെ വില വരുമ്പോൾ ഇതിന് വെറും 2000-ൽ താഴെ മാത്രമാണ് വില വരുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തെ വില അറിയണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ ഇപ്പോഴത്തെ വിലയും കൊറിയർ കിട്ടാനുള്ള മാർഗ്ഗങ്ങളും എല്ലാം നിങ്ങൾക്ക് വാട്സപ്പ് കിട്ടും. പിന്നെ ലൈറ്റ് ഇവരുടേത് ഏത് മോഡലാണെങ്കിലും അടിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാം പൊളി ലൈറ്റാണ്. പിന്നെ ഇതിൽ ആകെ കുറച്ച് ലൈറ്റ് കുറവുള്ളത് എന്ന് പറയുന്നത് ആ 150 രൂപയുടെ പോക്കറ്റ് സൈസാണ്. അത് പിന്നെ ആ വലുപ്പത്തിനനുസരിച്ചുള്ള ചെറിയ ലൈറ്റ് നമുക്ക് കാലിൻ്റെ ചുവട്ടിൽ കാണാനുള്ള ആ ഒരു ലൈറ്റ് രീതിയിലാണ് അത് വരുന്നത്. പിന്നെ എമർജൻസി ലൈറ്റൊക്കെയാണ് അതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇതിൽ എല്ലാ ടൈപ്പ് ടോർച്ചിനും ഇതുപോലെ ചാർജർ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ചാർജർ ഇല്ലാത്ത മോഡൽ ഇതിൽ വരുന്നത് ആ 150 രൂപയുടേതാണ്. അത് നമുക്ക് മൊബൈൽ ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാം. പിന്നെ ഇതിൽ ZYT110 എന്ന മോഡൽ നമ്പറിൽ സാധാരണ നമ്മൾ പ്ലഗിൽ കുത്തിയിട്ടുള്ള ചാർജിങ്ങിന് പുറമെ ഒരു വണ്ടിയിൽ നിന്ന് ചാർജ് ചെയ്യാനുള്ള DC ചാർജർ കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടോർച്ച് വാങ്ങുകയാണെങ്കിൽ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ യാത്രാവേളകളിൽ ഉപയോഗിക്കാൻ നമ്മുടെ വണ്ടിയിൽ നിന്ന് തന്നെ ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ ഏത് മോഡലുകൾ ചാർജ് ചെയ്യുമ്പോഴും ചാർജ് ഫുള്ളായാൽ അറിയാനുള്ള ഇൻഡിക്കേറ്റർ അതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചാർജ് ഫുള്ളായാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഊരി വെക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ അളവ് കാണിക്കുന്നത് ഏറ്റവും ഹെവി ആയിട്ടുള്ള ടോർച്ചാണ് ZYT170. ഇതിൻ്റെ ലെങ്ത്തും വീതിയും ഒക്കെ നിങ്ങൾക്കിവിടെ കാണാം. ഇത് നല്ല വെയിറ്റ് ഉള്ള ഒരു ഐറ്റമാണ്. ഇതിൽ 4 ബാറ്ററി ആയതുകൊണ്ട്. പിന്നെ ഇത് അതിൻ്റെ നേരെ ചേർത്ത് ZYE40. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ZYT103 വലിപ്പമാണ്. ഇതിന് വീതി വരുന്നത് 2 ഇഞ്ചും അതുപോലെ തന്നെ ലെങ്ത്ത് വരുന്നത് ഏകദേശം 6.5 ഇഞ്ചുമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ZYT110. ഇതിനാണ് നമുക്ക് കാറിൽ ചാർജ് ചെയ്യാനുള്ള DC ചാർജർ കൂടെ കിട്ടുന്നത്. ചെറിയ മോഡൽ ടോർച്ചാണ്, 6 ഇഞ്ച് ലെങ്ത്താണുള്ളത്. പിന്നെ ഇത് നമ്മുടെ പോക്കറ്റ് സൈസ് ടോർച്ച്, സ്മാൾ സണ്ണിൻ്റെ പോക്കറ്റ് ടോർച്ചാണത്. അത് ആകെ 4 ഇഞ്ച് ലെങ്ത്താണുള്ളത്. ഏത് പോക്കറ്റിലും കൊള്ളിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ കാണിച്ച ടോർച്ചുകളെല്ലാം നന്നായി പാക്ക് ചെയ്ത് തന്നെയാണ് വരുന്നത്. ഹെവി ആയിട്ട് കാണിച്ചിട്ടുള്ള 2 ടോർച്ചുകളുണ്ടല്ലോ, ZYT170 ZYE40. ഇവ രണ്ടും വരുന്നത് ഇതുപോലത്തെ ബാഗുകളിലാണ്. പിന്നെ ബാക്കിയുള്ള ചെറിയ ഐറ്റംസ് എല്ലാം വരുന്നത് ബോക്സുകളിലുമാണ്. എല്ലാം നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് തന്നെയാണ് കമ്പനി വിട്ടിട്ടുള്ളത്. പിന്നെ ഏറ്റവും ചെറിയ പോക്കറ്റ് സൈസ് ടോർച്ച് വരുന്നത് ആ ചെറിയ ബോക്സ് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് ബോക്സ്, മിലിറ്ററി ബോക്സ് പോലെയുള്ള ബോക്സിലുമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഐറ്റം ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ ബജറ്റിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ഏത് ടോർച്ച് വേണമെങ്കിലും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഇന്ത്യയിൽ എവിടേക്കും കൊറിയറായിട്ട് അയച്ചു തരും. എല്ലാം ഇപ്പോൾ ഓഫർ വിലയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ മടിക്കണ്ട. എല്ലാ ടൈപ്പിൽ എല്ലാ ഉപയോഗത്തിനും പറ്റിയ ടോർച്ചുകൾ ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്